നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. ഈ വരുന്ന ഓഗസ്റ്റ് 27 ബുധനാഴ്ച വിനായക ചതുർത്ഥിയാണ്. നമ്മൾ എല്ലാ വർഷവും വിനായക ചതുർത്ഥിക്ക് മഹാഗണപതി ഹോമം ചെയ്യുന്നുണ്ട്. അഷ്ടദ്രവ്യ മഹാഗണപതി മഹാലക്ഷ്മി ഹോമം. മറ്റെല്ലായിടത്തും മഹാഗണപതി ഹോമമാണ്. നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ കൂടിയിരിക്കുന്ന മഹാഗണപതിയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഫലം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കരിയറായാലും ഫാമിലി ലൈഫായാലും നമ്മുടെ ആ ദോഷങ്ങൾ, തടസ്സങ്ങൾ, വിഘ്നങ്ങളെല്ലാം മാറി ഐശ്വര്യം ഉണ്ടാവുക എന്നുള്ള ഫലമാണ് നമുക്ക് ലഭിക്കുക. കഴിഞ്ഞ വർഷം നിരവധി പേര് എനിക്ക് പേരും നാളും ഒക്കെ തന്നു. അതിൽ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു അവർക്ക് ജോലിയൊക്കെ കിട്ടി. അവർ ആ ലൈവിൽ വരുന്നുണ്ട്. 5:00 രാവിലെ 5:30 മുതലാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 5:30 മുതൽ ഈ യൂട്യൂബിൽ ഈ ലൈവിൽ നിന്നാൽ നന്നായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ആ തടസ്സങ്ങൾ നമ്മുടെ ഇപ്പം കരിയർ മാത്രമല്ല, ഇപ്പോൾ പേഴ്സണൽ ലൈഫായാലും ഫാമിലി ലൈഫായാലും എന്ത് തന്നെയായാലും ആ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് കാര്യസാധ്യത ഉണ്ടാവണമെന്ന് മഹാഗണപതി മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കും. നിരവധി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ദക്ഷിണ കാര്യങ്ങളൊന്നും ഞാൻ ചാർജ് ചെയ്യുന്നില്ല. പിന്നെ തരണമെന്ന് നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ തരാം. GPay ഉണ്ട് ഈ നമ്പറിൽ, അതിലേക്ക് ചെയ്താലും മതി. പൈസ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, പിന്നെ എന്നെ സ്ഥിരം വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പേര് നാളൊക്കെ എൻ്റെ ഉണ്ടാവും. ഇന്നും ഒരു 108 നാളികേരത്തിൻ്റെ മഹാഗണഹം ഉണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ കാര്യം സാധിച്ച് കഴിയുമ്പോൾ അവർ വഴിപാടായിട്ട് അവർ ചെയ്യും. അപ്പോൾ എല്ലാവരും 27-ാം തീയതി രാവിലെ 5:30 ലൈവിൽ വരിക. ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ പേര് നാൾ വഹിക്കുക. അതിൻ്റെ ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതായത് ജോലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യകതയുള്ള സങ്കല്പം ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ പബ്ലിക്കായിട്ട് കാണുന്നത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇട്ടാലും മതി. പേരും നാളും ഞാൻ നോട്ട് ചെയ്തോളാം, ഒരു കുഴപ്പമില്ല. 27-ാം തീയതി കഴിഞ്ഞിട്ടരുത്. ഇത് മാക്സിമം പറ്റുന്നവർക്ക് ഷെയർ ചെയ്യുക എന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അവർ നന്നായിട്ട് ആ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ ദോഷഫലങ്ങളൊക്കെ അവരിൽ നിന്ന് മാറി കിട്ടും. ഞാൻ ഇങ്ങനെ എന്താ പറയാൻ കാണുന്നത് വെച്ചാൽ, കഴിഞ്ഞ വർഷം നിരവധി ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് ജോലി കിട്ടിയത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം.